ഇന്ന് 4 മണി ചായക്ക് വേണ്ടിയിട്ട് ചിക്കൻ വെച്ചിട്ടൊരു സംഭവമായിട്ട് ഉണ്ടാകാൻ പോണത്. അപ്പോൾ എല്ലില്ലാത്ത ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കുക്കറിലിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തു കേട്ടോ. എന്നിട്ടത് മിക്സഡ് ജാറിട്ട് ഒന്നും കൂടി ചതച്ചെടുത്തു. അതിലേക്ക് ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം നല്ലപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് മൈദയാണ് കേട്ടോ. മൈദയിൽ കുറച്ച് ഉപ്പിട്ടിട്ട് വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നല്ലപോലെ ഒന്ന് ഉരുളിലേക്ക് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പം ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ മോമോസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മാവൊക്കെ ഒന്ന് പരത്തി വെച്ചിട്ട് അതിലേക്ക് ഈ ഫില്ലിംഗ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ചീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ചീസ് ഇങ്ങോട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അതിട്ട് കൊടുത്തിട്ട് ഒന്ന് ഞെറി എടുക്കണ പോലെ, സാരി എടുക്കണ പോലെ ഒന്ന് ഞെറിയണം കേട്ടോ. ശരിക്കൊന്നും ആയിട്ടില്ല, എങ്കിലും കുറേശ്ശൊക്കെ ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഓരോന്നും തയ്യാറാക്കിയെടുത്തു കേട്ടോ. ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ച് ആ വെള്ളം നല്ലപോലെ ചൂടാകുമ്പോൾ ഇത് ഓരോന്നായിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ ഇത് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കൊറിയക്കാരുടെ ഒരു ഭക്ഷണമാണ് ഇത്ര കേട്ടോ. അറിയില്ല, മക്കൾക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ അറിയാം. ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കണത്. അപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് നമ്മളങ്ങനെ കഴിക്കാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.